കുറുമാലിപ്പുഴ പിറവിയെടുത്ത് പിച്ചവെച്ച് പിന്നെയത് കരുത്തോടെ ഒഴുകിത്തിമിർക്കുന്ന ഗ്രാമം. നാടും കാടും ഇഴചേർന്ന് ഹരിതാഭമായ ഗ്രാമം വരന്തരപ്പിള്ളി. വരം തരും പള്ളിയായ വരന്തരപ്പിള്ളിയുടെ മണ്ണിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കുരിശടയാളം മണ്ണിലുറപ്പിച്ച് അതിനുമേലെ വൈക്കോൽ കൊണ്ട് തീർത്തെടുത്ത തണലിലേക്ക് ഒരു യാത്ര. അതെ, തൃശൂർ അതിരൂപതയുടെ കിഴക്കേ അതിരിലെ പർവ്വതനിരകളോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായ വരന്തരപ്പിള്ളിയുടെ ആദ്യത്തെ ദൈവാലയത്തിലേക്കുള്ള യാത്ര. നാടെന്ന് പറയുക ദുഷ്കരം, അത്ര വലിയ വനമായിരുന്നു. വനത്തിന് കൂട്ടായി കുറുമാലിപ്പുഴ. നദികളോട് ചേർന്നല്ലോ നാം കേട്ടറിഞ്ഞ പല സംസ്കാരങ്ങളും പിറവികൊണ്ടത്. കുറുമാലിപ്പുഴയോരമായ തോട്ടുമുഖത്തും ഒരു ജനതയും സംസ്കാരവും രൂപം കൊണ്ടു. ചരിത്രത്തിൻ്റെ ചാരിത്രം കുറിച്ച നമ്മുടെ വരന്തരപ്പിള്ളി ആദ്യം പല മനകളുടെയും കീഴിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വീമ്പൂര് മന, മേപ്പാഴത്ത് മന, ചെറുകുന്നത്ത് മന, അടിയല്ലൂർ മന, കിഴക്കേടത്ത് മന എന്നീ നാടുവാഴികളുടെ കീഴിൽ ഏകദേശം ക്രിസ്തുവർഷം 1870 അന്നുള്ള മനക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവിടെ എത്തി. ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി മാട്ടിൽ ദേശത്ത് ഒരമ്പലവും അന്നുണ്ടായിരുന്ന 9 ക്രിസ്ത്യാനി കുടുംബങ്ങൾക്ക് വേണ്ടി മാട്ടുമലയുടെ വടക്കേ ചെരുവിൽ ഇന്നത്തെ തെക്കേ അങ്ങാടിയിൽ വൈക്കോൽ കൊണ്ട് മേഞ്ഞ് പനമ്പ് കൊണ്ട് മറച്ച ഒരു കുരിശുപള്ളിയും ഉണ്ടായി. അതെ, വരന്തരപ്പിള്ളിയുടെ ആദ്യ ദൈവാലയം. ബഹുമാനപ്പെട്ട ആഞ്ഞിലക്കുടി ദേവസി അച്ഛന്റെ പ്രയത്ന ഫലമായി 1873 ആദ്യ കുർബാന അർപ്പിച്ചു. അക്കാലത്ത് കൊച്ചി മഹാരാജാവിന്റെ കയ്യിൽ നിന്നും തിട്ടൂരം വാങ്ങി റബ്ബർ തോട്ടം നട്ടുപിടിപ്പിക്കാൻ വെള്ളക്കാർ പാലപ്പിള്ളിയിലെത്തി. പാലപ്പിള്ളിയിൽ റബ്ബറൊക്കെ വന്ന സമയത്ത് ഇവിടെ നിന്നും പാലും മറ്റ് സാധനങ്ങളൊക്കെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് റോഡ് സൗകര്യം ആവശ്യമായി വന്നു. അങ്ങനെ ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡ് നിലവിൽ വന്നു. ഈ സമയത്ത് പള്ളിക്കുന്ന് തെക്കേ അങ്ങാടി ഭാഗത്തുണ്ടായിരുന്ന ആ കുരിശുപള്ളി ഇപ്പോൾ നമ്മുടെ പ്രൈമറി സ്കൂൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഇതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ആഞ്ഞിലക്കുടി ദേവസി അച്ഛനാണ്. പള്ളി വന്നതിനാൽ ആ സ്ഥലം പള്ളിക്കുന്ന് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1875 ആഗസ്റ്റ് മാസം 15-ാം തീയതി വരാപ്പുഴ അതിരൂപതയിൽ നിന്നും അനുവാദം വാങ്ങി പള്ളിയുടെ വെഞ്ചിരിപ്പും കരയേറ്റ മാതാവിന്റെ പ്രതിഷ്ഠയും നടത്തി. നമ്മുടെ പള്ളിക്കുന്ന് പള്ളിയിലെ പ്രതിഷ്ഠയായ പരിശുദ്ധ കരകയറ്റ മാതാവിന്റെ രൂപം പള്ളിക്ക് സമർപ്പിച്ചത് ഒരു കാപ്പാനി അന്തപ്പൻ മുത്തപ്പനാണ്. മുത്തപ്പന്റെ ചെറുപ്പകാലത്ത് പോർച്ചുഗീസുകാരുമായി കുരുമുളക് അടയ്ക്കാനുള്ള കച്ചവടത്തിൽ ഇടയ്ക്ക് മുത്തപ്പന് അമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും മനസ്സിലാക്കി പോർച്ചുഗീസുകാർ മുത്തപ്പന് നൽകിയതാണ് കരകയറ്റ മാതാവിൻ്റെ രൂപം. ഈ രൂപം മുത്തപ്പൻ സൂക്ഷിച്ചത് തുണികൾ സൂക്ഷിക്കുന്ന ഒരു മുണ്ടുപെട്ടിയിലാണ്. 1875 പള്ളിയുടെ പണി പൂർത്തിയായി സമയത്ത് പരിശുദ്ധ അമ്മയെ മുത്തപ്പൻ സ്വപ്നത്തിൽ കാണുകയും പരിശുദ്ധ അമ്മ മുത്തപ്പനോട്
ഈ രൂപം പള്ളിയിലേക്ക് നൽകുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അതനുസരിച്ച് മുത്തപ്പൻ പരിശുദ്ധ കരകയറ്റ മാതാവിൻ്റെ രൂപം നമ്മുടെ പള്ളിയിലേക്ക് നൽകുകയും ഈ രൂപം പള്ളിയിലെ പ്രതിഷ്ഠയായി സമർപ്പിക്കുകയും ചെയ്തു. കരയേറ്റ മാതാവിന്റെ പ്രതിഷ്ഠയുള്ള അസംഷൻ ചർച്ച് ചിമ്മിനി മലനിരകളോളം നീണ്ടുകിടക്കുന്ന വരന്തരപ്പള്ളി ഗ്രാമത്തിന്റെ വിശുദ്ധ ദിവ്യബലി അർപ്പണവേദി. അക്കാലത്ത് ചിമ്മിനി മലനിരകൾ വരെ പരന്നു കിടന്നിരുന്ന തൃശൂർ രൂപതയിലെ ഏറ്റവും വലിയ ഇടവകകളിലൊന്നായ പള്ളിക്കുന്ന് കരയേറ്റ മാതാവിന്റെ നാമധേയത്തിലുള്ള ഇടവക ഈ ദേശത്തിന്റെ ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു കെടാവിളക്കായി നിലകൊണ്ടു. അന്നും ഇന്നും 1900 ആണ്ടിൽ കൊച്ചി രാജ്യത്തെ ഏറ്റവും വലിയ തടി വ്യാപാരിയായ കൊച്ചിക്കാരൻ ലാസർ മുതലാളി എന്നറിയപ്പെടുന്ന പുത്തൻപുരയ്ക്കൽ തൊമ്മൻ ലാസർ വരന്തരപ്പള്ളിയിൽ വന്നു. കൊച്ചിക്കാരൻ ലാസർ മുതലാളി ഒരു തടി വ്യാപാരിയായിരുന്നു. നമ്മുടെ കിഴക്കൻ മലകളിൽ നിന്ന് മരങ്ങൾ മുറിച്ച് ചങ്ങാടത്തിൽ കയറ്റി പുഴയിലൂടെ കൊച്ചിയിലെത്തിക്കും. അവിടെ നിന്നായിരുന്നു കയറ്റുമതി വ്യാപാരം. ഈ വരന്തരപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കൂപ്പുപണിക്കാരും 10ഓളം വരുന്ന ആനകളും തമ്പടിച്ചിരുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മറ്റും വാങ്ങിയിരുന്നത് പുതുക്കാട് നിന്നാണ്. മുതലാളി തന്നെയാണ് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം തൻ്റെ സ്വന്തം കുതിരവണ്ടിയിൽ ക്യാമ്പിലോട്ട് എത്തിച്ചിരുന്നത്. ഇന്ന് ചിമ്മിനി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായ കള്ളിച്ചിത്രയിൽ നിന്ന് 1915 മരങ്ങൾ മുറിക്കാൻ തുടങ്ങിയിരുന്നു. 1915 ജൂൺ മാസം. അന്ന് ശക്തമായ മഴ. മുതലാളി തന്റെ തൊഴിലാളികളെ കൂട്ടി കള്ളിച്ചിത്രയിലെ തന്റെ കൂപ്പിലേക്ക് പുറപ്പെട്ടു. കുറുമാലിപ്പുഴയുടെ ഒഴുക്കിനെതിരെ തുഴഞ്ഞു വേണം ചങ്ങാടം മുന്നേറാൻ. രാത്രിയല്ലേ, പോരാത്തതിന് കൂരാക്കുരിരുട്ടും ശക്തമായ മഴയും. പുഴയിൽ വെള്ളം കൂടുകയും ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു. സാവധാനം ചങ്ങാടം താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒരു ചുഴിയിൽപ്പെട്ട് ചങ്ങാടം പമ്പരം പോലെ കറങ്ങുകയും കൂടെ എല്ലാവരും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തു. വരന്തരപ്പള്ളിയിലായിരിക്കുമ്പോൾ പള്ളിക്കുന്ന് പള്ളിയിൽ ദീപബലിയിൽ പങ്കുകൊള്ളാറുള്ള മുതലാളി കരയേറ്റ മാതാവിനെ വിളിച്ച് കേണപേക്ഷിക്കുകയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പള്ളിക്കുന്നിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് മുതലാളി കരയിൽ വെള്ളയും നീലയും വസ്ത്രധാരിയായ ഒരു സ്ത്രീരൂപം കണ്ടു. തന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നി. എല്ലാവരും അവിടം ലക്ഷ്യമാക്കി നീന്തി കരപറ്റി. പിന്നീട് ആ സ്ത്രീരൂപം അവിടെ കണ്ടില്ല. മാതാവ് തന്നെ രക്ഷിച്ചുവെന്ന് മുതലാളിക്ക് ബോധ്യമായി. കൊച്ചിയിലേക്ക് തിരിച്ചുപോയ ലാസർ മുതലാളി മടങ്ങി വന്നത് പോർച്ചുഗീസുകാരനും സന്യാസിയുമായ എഞ്ചിനീയറെയും കൂടെ കൂട്ടിയാണ്. ശില്പി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം നമ്മുടെ പള്ളിയുടെ മുഖവാരിയുടെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ പേപ്പട്ടി വിഷബാധയേറ്റ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വരന്തരപ്പള്ളി അങ്ങാടിയിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിലെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പള്ളിയുടെ സിമിത്തേരിയിൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടെ പള്ളിപ്പണി പൂർത്തിയായി. 1916 ജൂൺ മാസം 18 ഒരു ഞായറാഴ്ച വെഞ്ചിരിപ്പ് കർമ്മം അത്യാഡംബരപൂർവം ബഹുമാനപ്പെട്ട മേനാച്ചേരി ഇരുമ്പൻ യോഹന്നാൻ മെത്രാൻ തിരുമേനി ആശീർവാദ കർമ്മവും ആദ്യത്തെ ദിവ്യബലിയും അർപ്പിച്ചു. ബഹുമാനപ്പെട്ട കൊള്ളന്നൂർ താഞ്ചപ്പൻ മാത്യു അച്ഛനായിരുന്നു അന്നത്തെ വികാരി. 10 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് തിരുമേനിയെ ആനയിച്ചത്. കാലങ്ങൾ മുന്നോട്ട് പോയി. പാലപ്പള്ളി റബ്ബർത്തോട്ട മേഖലയിൽ തൊഴിലിനായ ആളുകൾ വരന്തരപ്പള്ളി അങ്ങാടിയോട് ചേർന്ന്
കൂടുതൽ താമസം ആരംഭിച്ചു. പിന്നീട് ക്രൈസ്തവ വിശ്വാസികൾ മുപ്ലിയത്തും ചങ്ങാലൂരും പള്ളികൾ പണിതു. ബഹുമാനപ്പെട്ട മാത്യു കിടങ്ങനച്ചൻ വികാരിയായിരുന്ന കാലത്ത് 1975 ഓഗസ്റ്റ് 15 നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സമൃദ്ധമായ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചു. 1974 നവംബർ 2 കുണ്ടുകുളം പിതാവ് സിംസ്തേരിയുടെ കപ്പേളയുടെ ആശീർവാദം കർമ്മം നിർവഹിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന വിശുദ്ധ ചാവറിയച്ചൻ്റെ ആഹ്വാനപ്രകാരം നമ്മുടെ പള്ളി സ്ഥാപിച്ചപ്പോൾ തന്നെ 1875 പള്ളിക്കൂടവും ആരംഭിച്ചു. തുടർന്ന് 1916 ബഹുമാനപ്പെട്ട മാത്യു കൊളനൂരച്ചൻ്റെ ശ്രമഫലമായി LP സ്കൂളിനെ അംഗീകാരം കിട്ടുകയും അധ്യയനം ആരംഭിക്കുകയും ചെയ്തു. 1938 ബഹുമാനപ്പെട്ട ജോർജ് തൈവളപ്പിലച്ചൻ്റെ ശ്രമഫലമായി ലോവർ സെക്കൻഡറി സ്കൂളും 1945 ബഹുമാനപ്പെട്ട പീറ്റർ കുണ്ടുകളച്ചൻ്റെ കാലത്ത് ഹൈസ്കൂളും 2000 ജോസഫ് മുണ്ടശ്ശേരി അച്ഛൻ്റെ കാലത്ത് ഹയർ സെക്കൻഡറിയുമായി ഉയർന്നു. വരന്തരപ്പള്ളിയുടെ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെയും എത്രയെത്ര മനുഷ്യർക്ക് അക്ഷരങ്ങളുടെ ദീപം കൊളുത്തി അറിവിന്റെ വലിയ ലോകം മലർക്കെ തുറന്നു കൊടുത്തത് ഈ മഹത്തായ വിദ്യാലയമാണ്. നമുക്ക് മുന്നേ നടന്നവർ കർഷകരായ അവരുടെ കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയതും അവരുടെ ഇച്ഛാശക്തി കൊണ്ട് നിറം ചാർത്തിയതുമായ നമ്മുടെ സ്വന്തം വിദ്യാലയം ഇന്നും തലയെടുപ്പോടെ നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു. കുടുംബങ്ങളുടെ വർധനവും പള്ളിയിലേക്ക് എത്തിച്ചേരാനുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് മുപ്ലിയം, ഇഞ്ചക്കുണ്ട്, വെള്ളാറംപാടം, വേലുപ്പാടം, കന്നാറ്റുപാടം, വരന്തരപ്പള്ളി ആശ്രമ ദേവാലയം, വരാക്കര സെന്റ് ആന്റണീസ് പള്ളി എന്നീ 7 പള്ളികളിലേക്ക് ഇവിടെ നിന്നും തിരിഞ്ഞു പോവുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലേക്കും കുറച്ചു പേർ ചേർക്കപ്പെട്ടു. എന്നിരുന്നാലും ഇപ്പോഴും 1400 കുടുംബങ്ങൾ ഈ ഇടവകയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1985 ആഗസ്റ്റ് മാസം 15 ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജോസ് വേഴാപ്പറമ്പിൽ അച്ഛൻ മുൻകൈയെടുത്ത് പള്ളി പുതുക്കിപ്പണി ആരംഭിച്ചു. തൃശൂർ രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ ജോസഫ് കുണ്ടുകുളം പിതാവ് നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും 1988 ആഗസ്റ്റ് 15 പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മവും നിർവഹിച്ചു. പള്ളിക്കുന്ന് കരയേറ്റ മാതാവിൻ്റെ ഇടവക പള്ളി 150 വർഷം തികയുന്നതിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയും. ഈ 150 വർഷത്തിനിടയിൽ ഈ ഇടവകയിൽ 40-ൽ പരം വൈദികരും അതിലേറെ സന്യാസികളും ഉണ്ട്. ഇവരൊക്കെ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നിധി. ഇങ്ങനെയൊരു അവസരം സന്യാസികൾ തന്നതിന് ഞങ്ങൾ ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഇടവകയെ ദൈവവിളിയെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യം സ്വീകരിച്ച് ആദ്യമായി കടന്നു വന്നിരിക്കുന്ന പള്ളിക്കുന്ന് ഇടവകയിലെ എന്നും അഭിമാനത്തോടെ ഓർക്കാവുന്ന നല്ല നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടുത്തെ വിശ്വാസ സമൂഹം തന്നെയാണ്. ആരാധനാലയത്തോടു കൂടി ചേർന്ന് നിന്ന് എന്നും ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജനം, അതോടൊപ്പം തന്നെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ, അതുപോലെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹം, ഇവരെല്ലാവരെയും മാതൃകയാക്കിക്കൊണ്ട് ഈ ഒരു ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ ജൂബിലി വർഷത്തിൽ 149 വർഷത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളോടൊപ്പം നന്ദി പറയാനായിട്ട് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. കർത്താവിന്റെ സ്നേഹം അനന്തമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. 1870 കരയേറ്റ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ പള്ളിക്കുന്ന് ഇടവകയിലേക്ക് 1991 വിമല മക്കൾ എത്തിച്ചേർന്നു.
അന്നത്തെ വികാരിയായ ബഹുമാനപ്പെട്ട പോൾ പയ്യപ്പള്ളി അച്ഛൻ്റെ ആവശ്യപ്രകാരം ഞങ്ങളുടെ സ്ഥാപക പിതാവ് മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ അനുവാദം നൽകിയതിനാൽ തൃശ്ശൂർ അതിരൂപതയിലെ ആദ്യത്തെ ഭവനമായി പള്ളിക്കുന്ന് അസംഷൻ കോൺവെന്റ് സ്ഥാപിക്കപ്പെട്ടു. ഇടവക തുടങ്ങിയിട്ട് 150-ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷം പങ്കിടുന്ന ഈ സമയങ്ങളിൽ MSMI സമൂഹത്തിൻ്റെ സന്തോഷവും ഞങ്ങൾ അറിയിക്കുന്നു. ഇത്രയും വലിയൊരു ഇടവകയിൽ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ, തലമുറയായി വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ എന്നും തീഷ്ണതയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ ഇടവകയിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. ഇടവക പ്രവർത്തനങ്ങളിലും നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും ഇടവക ജനം ഒന്നു ചേർന്ന് ഞങ്ങളോട് സഹകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇടവകയുടെ വളർച്ചയിൽ ഇടവാംഗങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഫലമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇടവയിലെ ഓരോ ഇടവാംഗങ്ങൾക്കും ജൂബിലിയുടെ മംഗളങ്ങളും ദൈവാനുഗ്രഹവും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പള്ളിക്കുന്ന് അസംഷൻ ഇടവക ദേവാലയം തൃശ്ശൂർ അതിരൂപതയ്ക്ക് എന്നും അഭിമാനം നിറഞ്ഞ അനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാനും ശുശ്രൂഷ ചെയ്യാനും എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അൾത്താരയ്ക്ക് ചുറ്റും സജീവതയോടെ ഒന്നിച്ചു ചേരുന്ന ജനം പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ തീക്ഷ്ണതയോടെ സംബന്ധിക്കുകയും വിശ്വാസ ജീവിതം ഈ ലോകത്തിന് മുഴുവനും പ്രകാശമായി അനുദിന സാഹചര്യങ്ങളിൽ പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാനും നന്മ ചെയ്യാനും മടുപ്പ് തോന്നാത്ത ഈ ജനസമൂഹം ഈ ലോകത്തിന് മുഴുവനും മാതൃകയാണെന്ന് സന്തോഷത്തോടു കൂടെ ഞാൻ ഏറ്റുപറയുകയാണ്. പള്ളിക്കുന്ന് ഇടവക ദേവാലയം ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഇടവകയിൽ അജപാലന ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹം ലഭിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ 149 വർഷങ്ങളിലെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഓർത്തെടുക്കാനും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒന്നുചേരാനും അൾത്താരയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സുഹൃത ജീവിതം നയിച്ച് വിശുദ്ധിയുടെ പരിമളം പള്ളിക്കുന്ന് പ്രദേശത്ത് മുഴുവനും വ്യാപരിപ്പിക്കാനും ഈ ജൂബിലി ആഘോഷങ്ങളിലൂടെ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആഘോഷിക്കുകയല്ല, നേരെ മറിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനും മഹത്വം നൽകാനും മാനവഹൃദയങ്ങളിൽ ദൈവപരിപാലനയുടെ അനുഭവം നൽകാനുമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിധം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ ജൂബിലി ആഘോഷങ്ങളും സാധ്യതമാകാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജൂബിലിയുടെ ആഘോഷങ്ങൾക്കും ശുശ്രൂഷകൾക്കുമായി യത്നിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെ സംരക്ഷണയിൽ ഞങ്ങളെന്നും സ്വർഗത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ ഇടവരുത്തണേ. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. കരയേറ്റ മാതാവിന്റെ നാമധേയത്തിലുള്ള അസംഷൻ ചർച്ച് ദൈവാലയം കാർഷിക ഗ്രാമമായ വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് ദേശത്തിന്റെ കെടാവിളക്കായി അഭയകേന്ദ്രമായി നിലകൊണ്ടിട്ട് നീണ്ട 150 വർഷങ്ങൾ പിന്നിടുന്നു. പിന്നിട്ട കാലങ്ങളിൽ ഒരു പിടി വൈക്കോൽ തുമ്പിനാൽ രക്ഷയുടെ കുരിശിന് തണൽ തീർത്തവർ, നാളിതുവരെ ദൈവാലയത്തിന്റെ തിളക്കങ്ങൾക്ക് കരുത്തു പകർന്നവർ, നിങ്ങൾ നടന്ന പാതയിൽ നിങ്ങൾ കൊളുത്തിയത് വെട്ടമായിരുന്നു. നാളേക്കുള്ള വെട്ടം. ആ വെട്ടത്തിൽ പിറകെ വരുന്നവർ നിങ്ങളെ നയിച്ച സർവശക്തനെ കാണും. പിന്നെ നിങ്ങളിൽ നിന്നുതിർന്നു വീണ് വീർപ്പ് കാണും.